നീ ആ കബോർഡൊന്ന് തുറന്നോക്ക്. പിന്നെ ചുമ്മാ ഓരോ പൊളു അടിച്ചോളൂ. നീ ആ പൂക്കളെടുത്ത് നോക്ക് പാറു. ഇതെന്താ ഇപ്പൊ പറിച്ചെടുത്ത പോലെ ഫ്രഷ് ആയിട്ടിരിക്കുന്ന? ചില കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. വിശുദ്ധി ഉള്ളതൊന്നും പെട്ടെന്ന് നശിച്ചു പോവില്ല പാറു. എന്തൊക്കെ സംഭവിച്ചാലും ഈ പൂക്കളുടെ പരിശുദ്ധിക്ക് ഒരിക്കലും കോട്ടം തട്ടില്ല. വേഗം പോയിക്കോ. ഞാൻ ഈ പൂക്കൾ വാങ്ങാൻ വേണ്ടി മാത്രം വന്നതൊന്നുമല്ല, നിന്നെയും കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാ. ഇല്ല ദർശനെ, ഞാൻ വരുന്നില്ല. എനിക്ക് അങ്ങോട്ട് വരാൻ കഴിയില്ല. അതെന്താ നിനക്ക് വന്നാല്? ഞങ്ങൾ ആരെങ്കിലും നിന്നോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? നീയാ ഞങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം തകർത്ത് ഞങ്ങളെ വിഷമിപ്പിച്ചത്. എന്റെ അമ്മ ഹോസ്പിറ്റലിൽ കിടന്നപ്പോ നീ ചെയ്ത സഹായം എനിക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. നീ സ്വന്തം അമ്മയെ പോലെ എന്റെ അമ്മയെ പരിചരിച്ചത്. നിന്റെ ആ സ്നേഹവും പരിചരണവും കൊണ്ട് മാത്രമാ എന്റെ അമ്മ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. അതിന്റെ നന്ദി മനസ്സിൽ ഇന്നും ഉള്ളോണ്ടാ നിന്നോടുള്ള പിണക്കം മാറ്റിവെച്ച് ഞാൻ നിന്നെ വിളിക്കുന്നേ. ഞാൻ അങ്ങോട്ട് വന്ന അമ്മയുമായിട്ട് എന്തെങ്കിലും വഴക്കുണ്ടാവാൻ സാധ്യതയുണ്ട്. അത് വേണ്ട. നിങ്ങളെ ഞാൻ ആവശ്യത്തിന് വേദനിപ്പിച്ചു കഴിഞ്ഞു. ഇനിയും ആ തെറ്റ് ആവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നീ കാരണം എന്റെ ചേട്ടൻ കരയുന്നത് ഞാൻ കാണേണ്ടി വന്നു. എന്നിട്ട് പോലും ഞാൻ നിനക്കൊരു അവസരം തരാൻ ആഗ്രഹിച്ചു. ഞാൻ ഇവിടെ വരെ വന്ന് നിന്നെ വിളിച്ചിട്ട് പോലും നിനക്ക് വരാൻ കഴിയില്ലല്ലേ? അത്രയ്ക്ക് വാശിയാണോ നിനക്ക്? നീ ഇങ്ങനെ വാശി കാണിക്കാതെ അവളുടെ കൂടെ പോ പാറു. നീയെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്ക്. ഞാനവിടെ പോയാ എല്ലാം കൂടുതൽ വഷളാവും. നീ അങ്ങോട്ടേക്ക് പോയില്ലെങ്കിലാണ് കാര്യങ്ങൾ വഷളാവാൻ പോകുന്നത്. നീ എന്താ ഉദ്ദേശിച്ച? നീയും പ്രിയഞ്ചേട്ടന് ഇഷ്ടത്തിലാണെന്ന് എനിക്കറിയാം. നീ ഇപ്പൊ മര്യാദയ്ക്ക് അങ്ങോട്ട് പോയില്ലെങ്കിൽ ഞാൻ നിന്റെ അച്ഛനും അമ്മയും വിളിച്ച് നീ പ്രിയഞ്ചേട്ടനെ ജീവന തുല്യം സ്നേഹിക്കുന്ന കാര്യം അവരെ അറിയിക്കും. എന്താ കാണണോ? നീ എന്താടാ പാറുവിനെ ഭീഷണിപ്പെടുത്താണോ? നിങ്ങൾക്ക് എങ്ങനെ വേണേലും കരുതാം. ഞാനീ ചെയ്യുന്നത് പാറുവിന്റെ നല്ലതിന് വേണ്ടിയാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പക്ഷെ പാറു ഞാൻ പറയണ കേട്ടില്ലെങ്കിൽ ഞാൻ ഉറപ്പായും പാറുവിന്റെ വീട്ടിലേക്ക് വിളിക്കും. അത് വേണോ? വേണ്ട അപ്പു. അച്ഛനോടും അമ്മയോടും നീ ഇതൊന്നും പറയരുത്. അവരെ ഇതിലേക്ക് വലിച്ചഴക്കരുത്. അവർക്കിതൊന്നും താങ്ങാൻ കഴിയില്ല. ചേച്ചിയുടെ കല്യാണം ഇങ്ങ് അടുത്തു. ഈ സമയത്ത് വെറുതെ വീട്ടില് ഒരു ബഹളം ഉണ്ടാക്കരുത്. എന്നാ പിന്നെ കൂടുതൽ വാശി കാണിക്കാതെ ദർശനയ്ക്കൊപ്പം പോ. ഞാനും വരുന്നുണ്ട്. അമ്മാവനെ എനിക്കൊന്ന് കാണണമല്ലോ. പാറു, ഇവൻ പറയുന്നത് കേൾക്കുന്നതാ നല്ലത്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നിന്റെ വീട്ടുകാരറിഞ്ഞ ആകെ ടെൻഷനാവും. നീ പോയിട്ട് വാ. അധികം ആലോചിക്കാനൊന്നുമില്ല. വേഗം ഇറങ്ങ്. ആഹാ, കൊള്ളാലോ. നല്ല ഡിസൈൻ.
എല്ലാം സേനൻ ചേട്ടന്റെ ഐഡിയ. ഞാൻ വെറുതെ ഹെൽപ്പ് ചെയ്തേ ഉള്ളൂ. മോനെ, ദർശന എവിടെ പോയി? അവളെ കുറെ നേരമായിട്ട് ഞാൻ ഫോണിൽ വിളിക്കുന്നു, അവൾ എടുക്കുന്നില്ല. തുളസി അടുക്കളയില് ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെടുകയല്ലേ, ഒരു സഹായാവുമല്ലോ.